ഓക്കെ, സോ നമ്മൾ രണ്ട് അപ്രോച്ചുകൾ പറഞ്ഞു. അപ്രോച്ച് പറഞ്ഞു, അതുപോലെ വാൾട്ടേഴ്സ് മോഡൽ പറഞ്ഞു. അപ്രോച്ച് നമ്മൾ പറയുന്നത് ഡിവിഡൻറ്റ് കൊടുത്താൽ വാല്യൂ കൂടില്ല, ഡിവിഡൻറ്റ് കൊടുത്തില്ലെങ്കിൽ വാല്യൂ കുറയില്ല. അപ്പോൾ ഡിവിഡൻറ്റും വാല്യൂയും ഇറലവൻ്റ് ആണെന്ന് പറഞ്ഞു, തമ്മിൽ കണക്ഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ദെൻ വാൾട്ടേഴ്സ് മോഡലിൽ നമ്മൾ പറഞ്ഞത് ഡിവിഡൻറ്റ് റിലവൻ്റ് ആണ്, ഡിവിഡൻറ്റ് കൊടുത്താൽ വാല്യൂ അതിൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരും. അത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇൻറ്റേർണലി കൊടുക്കുന്ന റിട്ടേണിൻ്റെയും അതുപോലെ പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ പോകുന്ന റിട്ടേണിൻ്റെയും ഒക്കെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ഡിവിഡൻറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ദെൻ തേർഡ് തിയറി പറയുന്നത് ഗോർഡൻസ് അപ്രോച്ചാണ്. ഗോർഡൻ്റെ ഒപ്പീനിയനിൽ ഡിവിഡൻറ്റ് റിലവൻ്റ് ആണ്. എപ്പോഴും ഡിവിഡൻറ്റ് കൊടുക്കുമ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഷെയർസിൻ്റെ വാല്യൂ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയാനുള്ള റീസൺ പറയുന്നത് ഇത്രയാണ്. എപ്പോഴും ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും എൻഡിൽ കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് പകരം പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്ത് നമ്മുടെ ഷെയർസിൻ്റെ വാല്യൂ കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ അപ്പോൾ ആ ഫണ്ട് റീഇൻവെസ്റ്റ് ചെയ്ത് കമ്പനി ഗ്രോ ചെയ്ത് ആ ഗ്രോത്തിൻ്റെ ഇമ്പാക്റ്റ് വരുമ്പോഴാണ് നമ്മുടെ ഷെയർസിൻ്റെ വാല്യൂ കൂടുക. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള നമ്മുടെ ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ മെല്ലെ മെല്ലെ ഗ്രാജുവലി കൂടി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ടൈമിലാണ് പറയാറ്. അപ്പോൾ ഷെയർസിൻ്റെ വാല്യൂ കൂടാൻ കുറച്ചുകൂടെ കൂടുതൽ സമയം എടുക്കും. ബട്ട് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വർഷവും എന്ത് ചെയ്യാം, ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിവിഡൻറ്റ് കുറച്ചുകൂടെ സെർട്ടൈൻ ആണ്, ക്യാപിറ്റൽ ഗെയിൻ കുറച്ച് അൺസെർട്ടൈൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഡിവിഡൻറ്റ് പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ്. കൂടുതൽ കാലം വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് റിട്ടേൺ കിട്ടാനായിരിക്കും അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ദെൻ ലോങ് ടേമിലേക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട വലിയ ഒരു ഗ്രോത്ത് ഷെയർസിൻ്റെ വാല്യൂവിൽ കിട്ടും. അപ്പോൾ അങ്ങനെ വലിയൊരു ഗ്രോത്ത് കൊടുക്കാൻ പറ്റാത്ത ഷെയർസ് അല്ലെങ്കിൽ കമ്പനീസ് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡിവിഡൻറ്റ് കൊടുക്കാതിരിക്കരുത്, അല്ലെങ്കിൽ കമ്പനിയിൽ ഫണ്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ കമ്പനിയുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഗ്രോത്തിൻ്റെ റേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഡിവിഡൻറ്റിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് നമുക്ക് ഫ്യൂച്ചറിൽ കൊടുക്കാൻ പറ്റും, അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പ്രോഫിറ്റ് എടുത്തിട്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത്രയും ക്ലിയർ സെർട്ടൈൻ ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്കില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത് ഫണ്ട് ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. പകരം അത് ഡിവിഡൻ്റായിട്ട് എല്ലാ വർഷവും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് പോളിസി ആയിട്ട് പറയുന്ന കാര്യത്തിൽ ഗ്രോത്ത് ഫോംസ് എപ്പോഴും ഡിവിഡൻറ്റ് കുറച്ചേ കൊടുക്കുള്ളൂ, ബാക്കി എമൗണ്ട് ആ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യും. ഇനി അത്ര ഗ്രോത്ത് ഇല്ലാത്ത കമ്പനികൾ അല്ലെങ്കിൽ ഡിക്ലൈനിങ് ഫേംസ് ആണ്, ഗ്രോത്ത് റേറ്റ് കുറവുള്ള കമ്പനികളാണെങ്കിൽ കമ്പനി ഒരിക്കലും എന്ത് ചെയ്യരുത്, കമ്പനിയിൽ പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് പകരം അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഗോർഡൻസ് പറയുന്ന ഒപ്റ്റിമം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് P0 ഈസ് ഈക്വൽ ടു E ഇൻറ്റു 1 - B ഡിവൈഡഡ് ബൈ KE - BR ആണ്. അതിൽ E എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ ആണ്. ദെൻ B എന്നുള്ളത് റീറ്റെൻഷൻ റേഷ്യോ ആണ്, കിട്ടിയ പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് നമ്മൾ റിറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. ദെൻ B അഗെയിൻ റിറ്റൻഷൻ റേഷ്യോ. അതുപോലെ R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, കമ്പനി കൊടുക്കുന്ന ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗോർഡൻസ് മോഡലിൽ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ ദ ഫോളോയിങ് ഇൻഫർമേഷൻസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എ ലിമിറ്റഡ്. അതിൽ ഏർണിങ്സ് പെർ ഷെയർ 10 rupees ആണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. ദെൻ ഫൈൻഡ് ഔട്ട് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് അണ്ടർ ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് റിട്ടേൺ 8%, then 10% and 15% for different payout ratios 40%, 80% and 100%. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ആറിന് 3 വാല്യൂസ് ഉണ്ട്, 8% ഉണ്ട്, 10% ഉണ്ട്, 15% ഉണ്ട്. പിന്നെ അതുപോലെ പേ ഔട്ട് റേഷ്യോസിൽ 40% ആണെങ്കിൽ എങ്ങനെയാണ്, 80% ആണെങ്കിൽ എങ്ങനെയാണ്, 100% ആണെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോ പേ ഔട്ട് റേഷ്യോയിലും ഓരോ റേറ്റിലുമുള്ള മാർക്കറ്റ് പ്രൈസ് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിലെ വാല്യൂസ് തന്നിട്ടുള്ളത് ഫസ്റ്റ് കേസ് ഇപ്പോൾ പേ ഔട്ട് റേഷ്യോ 40%, R 8% ആണെങ്കിൽ ഉള്ള വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട വാല്യൂസ് B ആണ്. B റീറ്റെൻഷൻ റേഷ്യോ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പേ ഔട്ട് റേഷ്യോ 40% ആണ്. ഇപ്പോൾ പേ ഔട്ട് 40% ആണെങ്കിൽ ബാക്കി 60% നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് B എന്നുള്ള വാല്യൂ റീറ്റെയിൻ ചെയ്യുന്ന വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ 40% ഡിവിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 60% കമ്പനിയിൽ വെക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയിൽ വെക്കുന്ന എമൗണ്ടാണ് നമ്മൾ B ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റിൻ്റെ 60% ആണ് റീറ്റെൻഷൻ റേഷ്യോ ആയിട്ട് വരുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 10% ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ ആറിൻ്റെ വാല്യൂ 8% അഗെയിൻ ക്വസ്റ്റ്യനിലുണ്ട്. ഇയുടെ വാല്യൂ 10 ആണ്, അത് ഏർണിങ്സ് പെർ ഷെയർ 10 rupees ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് വാല്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P0യുടെ വാല്യൂ വരുന്നത് 10 × 1 - 0.6 ഡിവൈഡഡ് ബൈ 0.10 - 0.6 × 0.08. സോ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 77 rupees ആയിരിക്കും. ഇനി
ആറിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആറിൻ്റെ വാല്യൂ 10% കൊടുക്കുമ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ 8% കൊടുക്കുമ്പോൾ നമുക്ക് 77 ആയിരിക്കും മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നത്. ദെൻ ആറിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്ത വാല്യൂ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കുക, 0.10 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ 10% കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 100 റുപ്പീസാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആറിൻ്റെ വാല്യൂ അതുപോലെ പേ ഔട്ട് റേഷ്യോ മാറ്റി ഓരോ പേ ഔട്ട് റേഷ്യോയിലും 3 റേറ്റ് ഓഫ് റിട്ടേണിലെയും വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ വാല്യൂസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആറിൻ്റെ വാല്യൂ 8% വരുന്ന കേസിൽ ഹയസ്റ്റ് റിട്ടേൺ വരുന്നത് അല്ലെങ്കിൽ ഹയസ്റ്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 100 റുപ്പീസാണ്. അപ്പോൾ 100 റുപ്പീസ് കിട്ടുന്നത് 100% പേ ഔട്ട് റേഷ്യോ വരുമ്പോഴാണ്. അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആണ് 10%. ബട്ട് കമ്പനി കൊടുക്കുന്ന റിട്ടേൺ നമ്മൾ 6 പറയുന്നു. അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിൻ്റെ അത്രയും റിട്ടേൺ കമ്പനി കൊടുക്കാൻ കഴിയുന്നില്ല, 8% കൊടുക്കുന്നുള്ളൂ. അങ്ങനെ വരുന്ന കേസിൽ ഒരിക്കലും കമ്പനി എന്ത് ചെയ്യരുത്, പ്രോഫിറ്റ് റിട്ടേൺ ചെയ്യരുത്. ഫുൾ എമൗണ്ട് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. കമ്പനി അത്രയും ഗ്രോത്ത് കിട്ടാത്ത കമ്പനികളാണ്. അപ്പോൾ അതിന് നമ്മൾ ഡിക്ലൈനിങ് ഫേം എന്ന് പറയുന്നത്. സെക്കൻഡ് കേസിൽ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ 10% ആണ്, കമ്പനി കൊടുക്കുന്ന റിട്ടേൺ 10%, രണ്ടും ഈക്വലാണ്. അപ്പോൾ അവിടെ നോർമൽ ഫേമാണ്, വലിയൊരു ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ കമ്പനി ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് ഇല്ല അല്ലെങ്കിൽ കുറവ് ഗ്രോത്തും വരുന്നില്ല. അപ്പോൾ രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഡിവിഡൻറ്റ് കൊടുക്കാം അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. എല്ലാ കേസിലും ഒരേ വാല്യൂ തന്നെയാണ് കിട്ടുക. ഇനി ആറിൻ്റെ വാല്യൂ 15% മീൻസ് കമ്പനിക്ക് എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സിന് എക്സ്പെക്ട് ചെയ്ത 10%നേക്കാൾ കൂടുതൽ റിട്ടേൺ കമ്പനിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കമ്പനി ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഹൈ റിട്ടേൺ കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത്രയും ഗ്രോത്ത് ഉള്ള കമ്പനീസാണ്. അപ്പോൾ അങ്ങനെ ഹൈ ഗ്രോത്ത് വരുന്ന കമ്പനികളാണെങ്കിൽ എപ്പോഴും കമ്പനി ചെയ്യേണ്ടത് ആ പ്രോഫിറ്റ് കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രാറ്റജി പറയുന്നത്. ഗ്രോത്ത് ഉറപ്പുള്ള കമ്പനികളാണെങ്കിൽ കമ്പനിയിൽ പ്രോഫിറ്റ് എടുത്തിട്ട് റീറ്റെയിൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഗ്രോത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഹൈ റിട്ടേൺ കൊടുക്കാൻ പറ്റാത്ത കമ്പനികളാണെങ്കിൽ ആ കമ്പനി ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യരുത്, പകരം ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 തിയറീസാണ് ഡിവിഡൻറ്റ് പോളിസിയിൽ നമുക്ക് നോക്കാനുള്ള അപ്രോച്ച്, അതുപോലെ വോൾട്ടേഴ്സ് മോഡൽ ആൻഡ് ഗോർഡൻസ് മോഡൽ.